ഹലോ ചങ്ങായിമാരെ, അപ്പം നമ്മൾ കുമളിയിൽ നിന്ന് ശരിക്കും ഗവി ബസ്സിന് നമ്മൾ എന്താ പറയുക, ഗവി ഈ ഡാമും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മൃഗങ്ങളെയൊക്കെ കാണാൻ എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ കുമളിയിൽ നിന്നുള്ള ബസ് സ്റ്റാൻഡിൽ 5 മണിക്കത്തെ ട്രിപ്പിന് നമ്മൾ പോയതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബസ്സിൽ ഒട്ടും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഫുള്ളായി കേട്ടോ, നിറഞ്ഞു. അപ്പം നമ്മൾ നേരത്തെ തന്നെ വന്നിവിടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 4:30 ആയപ്പോഴത്തേനും വന്നതാണ് കേട്ടോ നമ്മൾ സ്റ്റാൻഡിലെത്തിയത്. പക്ഷേ എന്നാലും KSRTC ബസ് നിറച്ച ആൾക്ക് തമിഴ്ക്കാരും എല്ലാവരും നിറച്ച് തിന്ന് കാണാനായി. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ വണ്ടിയുടെ ബോണറ്റിൽ മാത്രമാണ് കേട്ടോ സ്ഥലം കിട്ടിയത് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും അങ്ങ് വരെ നിൽക്കണമെന്ന് ഓർത്തപ്പോഴത്തേനും കാലും കൈയെല്ലാം കടുക് വെച്ച് മടുക്കും അങ്ങ് വരെ. ഇത് പത്തനംതിട്ട ബസ്സാണ് കേട്ടോ, ഗവി പത്തനംതിട്ടയാണ്. അപ്പോൾ നമുക്ക് ഗവി വരെ ഇറങ്ങിയത് നമ്മൾ ആദ്യമായിട്ട് ഗവി പോകുന്നത്, 4ാമത്തെ കാലമാണ് ഗവിയിൽ പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം പോകുമ്പോൾ എന്തെങ്കിലും മൃഗങ്ങളെ കാണാം എന്ന് വിചാരിച്ചു തന്നെ പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ രാത്രി കഴിഞ്ഞ് നേരം എടുക്കാറ് ഏകദേശം 6 മണിയൊക്കെയാണ്. ഈ സമയത്ത് പോലും നമ്മൾ രാത്രി ഒരു 5 മണി കാടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5:30 കഴിഞ്ഞു. പിന്നെ ഇവിടേക്ക് നേരം വെളുത്ത് കൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 6 മണി. ഈ ടൈമിലൊന്നും നമ്മൾ ഈ മാനിനെ അല്ലാണ്ട് വേറെ ഒന്നിനും കണ്ടില്ല. പിന്നെ ഒരു മുയലിനെയും കണ്ട് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നമ്മൾ എന്താ പറയുക, പോകുന്നത് ഭയങ്കര നഷ്ടമായിട്ട് ഈ പ്രാവശ്യം ഒന്നും കാണാൻ പറ്റില്ല, അങ്ങനെ കാണാൻ പറ്റില്ല. നമ്മൾ ഈ ബസ് അങ്ങ് പാസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാണ് അതിന് മുന്നെയാണെന്ന് തോന്നുന്നു ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ ആനക്കണ്ടൊക്കെ കിടക്കുന്നുണ്ട്. ആനയൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇന്ത്യയിൽ തന്നെ പാസ് ചെയ്ത് പോയതാണ്. പിന്നെ ഇവരൊക്കെ കൂടുതലും രാത്രിയൊക്കെയാണെന്ന് തോന്നുന്നു. ആനകളൊക്കെ കൂടുതലും മണിക്കൂറുകൾ സമയം വരെ സഞ്ചരിക്കുന്നത് രാത്രിയിലാണ് അവർ പാസ് ചെയ്ത് പോകുന്നതൊക്കെ. നേരം വെളുത്തൊക്കെ നമുക്ക് യാദൃശ്ചികമായിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ മൃഗങ്ങളൊന്നും അങ്ങനെ ഈ സൈഡിൽ നിന്നും വെള്ളത്തിൻ്റെ സൈഡിൽ നിന്നും അല്ലല്ലോ, വെള്ളമൊക്കെ പോകുന്ന അങ്ങനെ സൈഡൊക്കെ ആണെങ്കിൽ കൂടുതലും വെള്ളം കുടിക്കാനും ഫുഡൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരങ്ങന്മാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വലിച്ചെറിയുന്ന ഏരിയയിലൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ട്. അത് അങ്ങനെയില്ല, കാടിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഇടാൻ പറ്റില്ല. ഇത് നമ്മുടെ അവിടെ നമുക്ക് 5 മിനിറ്റ് നേരം ബസ് നിർത്തും കേട്ടോ. ഇവിടെ നമ്മൾ ഗവിയുടെ അവിടെ നമ്മൾ ഗവി സിനിമ കണ്ടില്ലേ, അപ്പോൾ അതിനകത്തൊരു കൊക്കയുണ്ട്, ആനമല കൊക്ക എന്തോ അതാണ് കേട്ടോ. അപ്പം പേരെനിക്കറിയില്ല കറക്റ്റായിട്ട്, ആ കൊക്ക അതാണോന്ന്, ആ പേരതാണോന്നേ. പക്ഷെ എന്തായാലും ആ സിനിമയെ കണ്ട ആ കൊക്ക തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നമുക്കൊരു 5 മിനിറ്റ് നേരം സമയമുണ്ട്. പിന്നെ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് വാഹനമൊന്നും കടത്തി വിടില്ല, നമ്മുടെ സർക്കാരിൻ്റെ വണ്ടിയിൽ തന്നെ പോകണം കേട്ടോ, ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ തന്നെ പോകണം. അപ്പോൾ ഗവി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ തന്നെയാണ് നമുക്ക് അവിടെ കാടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കാട് കാണിക്കാനും മൃഗങ്ങളെ കാണിക്കാനൊക്കെ കൊണ്ടുപോകുന്നത്. ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളതിലൊന്നും കയറിയില്ല, നേരത്തെ കയറിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്ന് അതിലൂടെ ഒന്നും പോയിട്ടൊന്നും ഒന്നിനെയും തന്നെ കാണത്തൊന്നുമില്ല, ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല. കാരണം അവർ ആ കാടിൻ്റെ ഉള്ളിലേക്ക് ആരെയും കയറി പോകണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഭാഗ്യവശാൽ എന്തെങ്കിലും കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഹോം സ്റ്റേയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് പ്രൈവറ്റ് പാർട്ടിയുടെ സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്ന അതൊന്നും നമുക്ക് കിട്ടത്തൊന്നുമില്ല കേട്ടോ. ഗവി വരെ, പത്തനംതിട്ടയിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല, അത്രയും വരെ. പിന്നെ എന്തോ നമുക്ക് നല്ല വ്യൂ പോയിൻ്റാണ് കേട്ടോ, നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. കാട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ കയറി പോകാനായിട്ടൊന്നും അവർ സമ്മതിക്കത്തില്ല. ഇവിടെയൊക്കെ ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ തന്നെ നമ്മൾ വരുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ KSRTC ബസ്സിനെ ആവുകൊണ്ടാണ് നമ്മളിവിടെ ഇറങ്ങിയിട്ട് 5 മിനിറ്റ് അവർ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞ് നമ്മൾ കണ്ടത്. പിന്നെ ബസ്സിൽ തന്നെ പോവാണ് നല്ലത് കേട്ടോ. പിന്നെ കാര്യം നമ്മളെന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ ഫോറസ്റ്റിൻ്റെ വണ്ടി പോയി കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അവർ ഈടാക്കും. പ്രത്യേകിച്ച് അതിൽ പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. ഇപ്പോൾ ഈ അവധിക്കാലത്ത് പോകുന്ന ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ KSRTC ബസ്സിന് തന്നെ പോകുക നല്ലത്, പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ എടുത്ത് വിടില്ല കേട്ടോ. പിന്നെ കുറച്ചൊക്കെ നമ്മൾ വ്യൂ ഒക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ, എന്ന് വെച്ചാൽ എല്ലാം ഒന്നും ഫുള്ളൊന്നും നമ്മൾ നേരത്തെ കണ്ടും അടുത്താവുകൊണ്ട് വലിയ താല്പര്യം തോന്നിയിട്ട് എടുക്കാനായിട്ട്. വെള്ളമൊക്കെ കുറവായിരുന്നു കേട്ടോ, വെള്ളമൊക്കെ ഒരുപാട് ഉള്ളപ്പം ശരിക്കും പറഞ്ഞാൽ പോകണം, നല്ല രസം. പക്ഷേ ആ സമയത്ത് ആളുകളൊന്നും അധികം പോകത്തില്ല, ഏകദേശം ഇത്രയും വെള്ളമൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മളതിൻ്റെ സൈഡ് വരെയൊക്കെ ഇറങ്ങി. അപ്പോൾ ചങ്ങായിമാരെ, അപ്പം എന്താ പറയുക, ഈ അവധിക്കാലത്ത് പോകുന്ന കൂട്ടുകാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ബസ്സിലൊക്കെ പോകും. പ്രൈവറ്റ് വാഹനങ്ങൾ കയറ്റി വിടില്ല. പിന്നെ കാണാനൊക്കെ മൃഗങ്ങളെ കാണണമെന്ന് ഉദ്ദേശിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനും പറ്റത്തൊന്നുമില്ല. ചിലപ്പോൾ എങ്ങാനും വല്ല ആനേനെയൊക്കെ കണ്ടെങ്കിലുള്ളൂ. പിന്നെ കേഴമാനയൊക്കെ കണ്ടാലേ ഉള്ളൂ. അല്ലാണ്ട് പുലി പിന്നെ നമ്മുടെ കരടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിനെയൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല. നമ്മൾ പണ്ട് പോയപ്പോൾ കരടീനെയൊക്കെ നേരത്തെ പോയപ്പോൾ ഒരു തവണ എങ്ങാണ്ട്